സാറേ, അന്ന് ആൻമരിയയ്ക്ക് പുറംലോകം അറിഞ്ഞത് ആൻമരിയെക്കുറിച്ച് പോലും സാറിൻ്റെ ഒരു ഇടപെടലിലൂടെയാണ്. ആൻമരിയയുടെ വിയോഗ ദിവസം തന്നെ ആൻമരിയെക്കുറിച്ചും സാറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ടായിരുന്നു. സാറിൻ്റെ സഹായം എല്ലാം ആ കുടുംബത്തിനുണ്ടായിരുന്നു. ആൻമരിയയുടെ നിര്യാണം ദൈവനിശ്ചയമാണ്. കർത്താവ് ആഗ്രഹിക്കുന്നത് ആൻമരിയായി ആവശ്യമുണ്ടെന്നാണ്. സ്വാഭാവികമായിട്ടും ദൈവികമായ ഒരു വിളി അതിനകത്തുണ്ട്. സ്വർഗത്തിലൊരു മാലാഹ, അതാണ് ആൻമരിയ. ഇരട്ടിയാർ പള്ളിയിൽ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ വരുന്ന സന്ദർഭത്തിൽ മുട്ടുകുത്ത് നിൽക്കുമ്പോൾ തളർന്നു വീഴുക, ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക, പിന്നീട് ചികിത്സയ്ക്ക് വേണ്ടി എറണാകുളത്തേക്ക് കൊണ്ടുപോവുക. ജൂൺ 1 ഏറെ തിരക്ക് പിടിച്ച ദിവസമാണ്. എല്ലാ സ്കൂളുകളിലേക്കും പുതിയ കുട്ടികളെ കൊണ്ട് രക്ഷിതാക്കൾ എത്തിച്ചേരുന്ന ഒരു ദിവസം. കട്ടപ്പനയിൽ നിന്ന് എറണാകുളത്തേക്കുള്ള യാത്ര ഏറെ ദുർഘടമാണെന്ന് എല്ലാവർക്കും അറിയാം. അതെല്ലാം വളരെ നല്ല നിലയിൽ ചെയ്യാനായിട്ട് സാധിച്ചു. നന്നായിട്ട് സഹകരിച്ച ജനം, നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു സംസ്കാരത്തെയും കൂടി അത് വിളിച്ചറിയിക്കുന്നതായിരുന്നു. അതോടൊപ്പം ആംബുലൻസ് ഓടിച്ച ഡ്രൈവർമാർ, അതോടൊപ്പം സഹകരിച്ച എല്ലാവരും ഞാൻ ഓർക്കുവാണ്. ആ നിമിഷം ആ കൂടെ തന്നെ അവിടെ എത്താൻ പണിക്കൻകുടിയിലെ ഒരു സ്കൂളിലെ പ്രവേശനോത്സവത്തിൽ പങ്കെടുത്ത് എൻ്റെ പരിപാടികൾ റദ്ദ് ചെയ്ത് ഞാൻ എറണാകുളത്തേക്ക് തിരിക്കുകയായിരുന്നു. ഞാനും ഓടി എത്തിച്ചേർന്നു. സാധ്യമായ ചികിത്സകളെല്ലാം ലഭ്യമാക്കി. പിന്നീട് ഞാൻ ആ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർമാരോട് സംസാരിച്ചുകൊണ്ടിരുന്നു. ഒരു ഘട്ടമായപ്പോൾ നമ്മൾ കുറേ പ്രതീക്ഷ ലഭിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നു. കണ്ണു തുറക്കുകയും ചലനാത്മകമായിട്ടുള്ള ചില ഇൻഡിക്കേഷൻസ് എല്ലാം നമുക്ക് വളരെ സന്തോഷകരമായിരുന്നു. എന്നാൽ പിന്നീട് ന്യൂമോണിയ ബാധിച്ച് വല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിച്ചത്. ഏതാണ്ട് 2 മാസക്കാലം ലോകത്തെമ്പാടുമുള്ള ധാരാളം ആൾക്കാരുടെ പ്രാർത്ഥനാ സഹായം ആൻമരിയയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി ആൻമരിയ സ്വർഗത്തിലിരുന്ന് ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏറെ ദുഃഖമുണ്ട്. ആ 2 കുടുംബങ്ങളും, പറയ കുടുംബവും വാലുമേ കുടുംബവും. ചെല്ലുന്ന സമയത്ത് എൻ്റെ പ്രിയ സുഹൃത്തുക്കളായ വാലുമേൽ, പ്രത്യേകിച്ച് ശ്രീ ബിനോയിയും സജിയും തങ്കച്ചനും ഷാജിയും ഉൾപ്പെടെ എല്ലാവരും, അവരെല്ലാവരും ഇപ്പോൾ ഏത് സമയം ആശുപത്രിയിലുണ്ടായിരുന്നു. അതെല്ലാം ഓർക്കുമ്പോൾ ആ കൂട്ടായ്മ, സഹകരണം, ജനങ്ങൾ നൽകിയ പിന്തുണ, അമൃത ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ, കാരിത്താസിലെ ചികിത്സാ സൗകര്യങ്ങൾ, ഇതെല്ലാം ഓർക്കേണ്ടതായിട്ട് വരും. എങ്കിലും നമുക്ക് ആശ്വസിക്കാം. ദൈവത്തിൻ്റെ നിയോഗമാണെന്നുള്ള ഒരു ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ആൻമരിയയെ ദൈവത്തിന് സമർപ്പിക്കുകയും ചെയ്ത് ഇന്ന് ശവസംസ്കാര ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങി നിൽക്കുന്ന സമയമാണ്. ആയിരക്കണക്കിന് ആൾക്കാർ, കുട്ടികൾ, വേദന അനുഭവിക്കുന്നവർ പൊട്ടിക്കരയുന്ന രംഗങ്ങൾ കാണുമ്പോൾ വലിയ വ്യതയുണ്ട്. വലിയ ലോകം അതിന് സാക്ഷിയാകുന്നു. തീർച്ചയായിട്ടും ആൻമരിയയുടെ രോഗ സമയത്തും ഈ നിമിഷം വരെയും ഇതിനോട് ഒരു പ്രാവശ്യമെങ്കിലും സഹകരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാവരെയും ഞാൻ നന്ദിയോട് സ്മരിക്കുക. ഇത്രയും മന്ത്രിയായിട്ട് ഇത്ര തിരക്കുണ്ടായിട്ട് പോലും സാധാരണക്കാരെ പോലെ വീട് മുതൽ കല്ലറ വരെ അവസാനത്തെ ശുശ്രൂഷ വരെ അങ്ങ് ഉണ്ടായിരുന്നു. കേരളത്തിൻ്റെ, പ്രത്യേകിച്ച് ഇടുക്കിക്കാരുടെ എല്ലാ ആവശ്യത്തിനും ഒപ്പമുണ്ടാകുന്ന അങ്ങ് ഒരു മാതൃകയായി മാറിയിരിക്കുകയാണ്. ആൻമരിയയുടെ ഈ ഒരു മൃതസംസ്കാര ശുശ്രൂഷയിലും എല്ലാം സഹായിക്കുന്നതിലൂടെ. ഇന്ന് തിരുവനന്തപുരത്തേക്ക് പോകേണ്ടതായിരുന്നു. നാളെ നിയമസഭ ആരംഭിക്കുക. വേർപാട് വേദനാജനകമാണ്. എന്നാൽ ചില വേർപാടുകൾ അതീവ തീവ്രമായ വേദന ജനിപ്പിക്കുന്നതാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കേണ്ടത് അനിവാര്യമാണ്. മാറി നിൽക്കാവുന്നതല്ല. എന്തും മാറ്റിവെച്ചുകൊണ്ട് വരിക എന്നുള്ളത് ആവശ്യമാണെന്നൊരു ബോധ്യം എൻ്റെ വിശ്വാസത്തെ നയിക്കുന്നു. താങ്ക് യു സോ മച്ച്.